എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ കറക്ഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ വലിയൊരു വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക. അതുപോലെ സ്വന്തം ജീവിതത്തിൽ വലിയൊരു കറക്ഷൻ ചെയ്തുകൊണ്ട് വലിയൊരു വിജയത്തിലെത്തിയ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് വേൾഡ് വുമൻസ് ഡേ ആണ്. അഡ്വഞ്ചേഴ്സ് ഗിൽ ചാവക്കാട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നമുക്കിന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. നമുക്ക് പരിചയപ്പെടാം. ഡോക്ടർ പ്രിയ VS. നമസ്കാരം. എന്താണ് പുതിയ ലൈഫിലെ വിശേഷങ്ങൾ? പുതിയ ലൈഫ് വളരെ എക്സൈറ്റിംഗ് ആണ്. എന്താ പറയുക, ഞാൻ ജീവിക്കുന്നു എന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു. കാരണം പഴയ ജീവിതം ഒരു എന്താ പറയുക, നമ്മൾ ഒളിച്ച് ജീവിച്ച പോലെ അല്ലെങ്കിൽ ഒരു തടവുപൊളിയെ പോലെ ജീവിച്ചൊരു ലൈഫായിരുന്നു. ഇപ്പം നമുക്ക് കൂടുതൽ ഫ്രീഡം ഉണ്ട്, നമ്മളായിട്ട് തന്നെ ജീവിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പം വളരെ ഹാപ്പിയാണ്, വളരെ എക്സൈറ്റിംഗ് ആണ്. എൻ്റെ ഫാമിലി ആണെങ്കിലും വളരെ ഹാപ്പിയാണ്. ഈ മാറ്റം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഡോക്ടർ പ്രിയ എന്നുള്ളത് സോഷ്യൽ മീഡിയാസിൽ ഇപ്പോൾ വളരെയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ആ ഒരു ചർച്ച ഇപ്പോൾ സമൂഹം ഏറ്റെടുത്തപ്പോൾ എന്താണ് ഫീൽ? ഒരു മാധ്യമ ശ്രദ്ധ വരുന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. കാരണം ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തി ജെൻഡർ ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ സെക്സ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സമൂഹം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അതിനധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എൻ്റെ പേഴ്സണൽ ലൈഫ്, എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെയായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ നമ്മളിപ്പം എന്തുണ്ടായാലും ഒരു എന്താ പറയുക, നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ വല്ലാണ്ട് എക്സ്ട്രീംസിലേക്ക് കൊണ്ടുപോകാതെ ഒരു മീഡിയം ലെവലിൽ പോകാന്നുള്ളതാണ് ഞാൻ അനുവർത്തിച്ചു വരുന്ന രീതി. എങ്ങനെ വന്നാലും സന്തോഷത്തോടെ മുന്നോട്ട് പോകാന്നുള്ളത് മാത്രമേ ഇപ്പം എന്റെ ഇപ്പോൾ തന്നെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറി. പഴയ പോലെ പണ്ട് ഒരു ട്രാൻസ്ജെൻഡറിനെ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വേറൊരു രീതിയിലുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലം, ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് തരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞതില് എന്താ പറയാ, ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറി എന്നതിനോട് എനിക്ക് കംപ്ലീറ്റ് യോജിപ്പില്ല. കാരണം ഇപ്പോഴും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് സൊസൈറ്റിയിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടില്ല. എന്താ വെച്ചാൽ ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചാൽ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്, നമ്മുടെ സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത് വേഷം മാറി നടക്കുന്ന ഒരു പുരുഷൻ എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് ട്രാൻസ്ജെൻഡർ എന്നൊരു പദത്തിനെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ബേസിക്കലി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ടേമാണ്, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ടേമാണ്. അത് ശരിക്കും ആൾക്കാർ വിചാരിക്കുന്നത് എന്നാണ് ട്രാൻസ്ജെൻഡർ ആയത് എന്നൊക്കെ ഓരോ ആൾക്കാർ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ബേസിക്കലി അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. ശരിക്കും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമുക്ക് ബൈ ബർത്ത് അല്ലെങ്കിൽ ജന്മനാ സിദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമല്ല, നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഓട്ടോമാറ്റിക് വളർന്നു വരുമ്പോൾ ഒരു ഫീൽ, നമുക്ക് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ അല്ല. ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം, അതായത് ജെൻഡർ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ ഞാൻ സിമ്പിൾ വേർഡ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പം എല്ലാവരും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ എന്താ പറയുക ശരീരം കണ്ടിട്ടാണ് ഇത് ആണാണ് പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ടാഗ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും അതല്ല ജെൻഡർ എന്ന് പറയുന്നത്. അത് ശരിക്കും ആ കുട്ടിയുടെ ബയോളജിക്കൽ സെക്സ് മാത്രമേ ആവുന്നുള്ളൂ. ശരിക്കും ജെൻഡർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാൻ പുരുഷനാണ് എന്ന് തോന്നുന്ന ഫീലിങ്ങിനെയാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരമാണ്. ഒരിക്കലും സമൂഹമോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു വ്യക്തിയോ അല്ല എൻ്റെ ജെൻഡറിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഞാൻ തന്നെയാണ് അത് സർട്ടിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ സ്ത്രീയാണ്, ശരീരം കൊണ്ട് പുരുഷനായത് എന്താ പറയാ, ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ട്രാൻസ്ജെൻഡർ. അത് തിരിച്ചുമാവാം, ശരീരം കൊണ്ട് സ്ത്രീ ആവാം, ഉള്ളിൽ ഞാനൊരു പുരുഷനാവാം. അപ്പം അത് ഈ രണ്ടവസ്ഥകളും ട്രാൻസ്ജെൻഡർ എന്ന അംബ്രല്ല ടേമിന്റെ അണ്ടറിൽ വരും. അത് സമൂഹം പക്ഷെ ഇതൊന്നും അറിയുന്നില്ല. സമൂഹം വിചാരിക്കുന്നത് ഫാൻസി ഡ്രസ്സ് കളിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാർ എന്നുള്ള രീതിയിലാണ് സമൂഹം ട്രാൻസ്ജെൻഡർ എന്നൊരു പദത്തെയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹത്തെയും അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെയും കാണുന്നത്. ഇപ്പോ നമുക്ക് ഇപ്പൊ ഡോക്ടർ പ്രിയ പറഞ്ഞു ചെറുപ്പം, നമുക്ക് എപ്പോഴാണ് പ്രിയക്ക് ഈ ഒരു മാറ്റം ഉണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയത്? ഏതൊരു പ്രായം തൊട്ടാണ്? നമുക്ക് ഓർമ്മ വെക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ നമുക്ക്, അതായത് നമ്മളിൽ ആൺപെൺ വ്യത്യാസം നമ്മൾ അറിയുന്ന സമയം മുതൽ, അതായത് പുറമെ ഇത് ആൺകുട്ടിയാണ് ഇത് പെൺകുട്ടിയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്ന സമയം മുതൽ തന്നെ
നമുക്ക് ആ ഒരു തിരിച്ചറിവുണ്ടാവും, ഞാൻ പെൺകുട്ടിയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഒരു ട്രാൻസ് വുമൺ ഉണ്ടാവും. അത് ആ ഒരു ഫീലിംഗ് എനിക്കും ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കളിച്ച് നടക്കുന്ന പ്രായം മുതൽ, ഇപ്പൊ സാധാരണ ആൺകുട്ടികളാണെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസിൽ ഓടിച്ചാടി കളിച്ച് നടക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് തിരിയുക. ഞാനൊരു പൊതുവായ കാര്യം പറയാണ്, ഇത് ഇങ്ങനെയൊക്കെ കളിക്കുന്ന പെൺകുട്ടികൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നോർമലി യൂഷ്വലി അങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു പെൺകുട്ടി താല്പര്യപ്പെട്ടിരുന്ന എന്താ പറയാ ഉള്ളിൽ കളിക്കുന്ന ഗെയിംസ്, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ചമയങ്ങൾ ഇടാനും, കോസ്റ്റ്യൂംസ് ഇടാനും, ഓർണമെന്റ്സ് ഇടാനും, അണിഞ്ഞൊരുങ്ങാനും, അല്ലെങ്കിൽ ബാബി ഡോൾസ് പാവക്കുട്ടികളെ ഒരുക്കാനും, പാവക്കുട്ടികളോട് കളിക്കാനും, അങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയാ വളരെ മൈൽഡായിട്ടുള്ള കാര്യങ്ങളോടായിരുന്നു എൻ്റെ താല്പര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാമായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ് മറ്റ് ആൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാനൊരു ആൺകുട്ടി അല്ല, എൻ്റെ ഉള്ളിൽ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഒരു പെൺകുട്ടിയുടേതാണ്. ആ ഒരു ഫീലിംഗ് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ടെക്നിക്കലി എന്താണെന്ന് എനിക്ക് അറിയില്ല, അതിന്റെ റീസൺ എന്താണ്, ഞാൻ എന്തിലൂടെയാണ് അണ്ടർഗോ ചെയ്യുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. നമുക്ക് ആ ഒരു പ്രായത്തിൽ, നമുക്ക് ചെറിയൊരു പ്രായത്തിൽ ഇതിനെ കുറിച്ചൊരു തീരൊരു ധാരണ ഉണ്ടായിരിക്കില്ല അല്ലേ. പക്ഷെ അതിങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്ക് തന്നെ ചേഞ്ച്, എനിക്ക് ഞാൻ ഇന്നൊരാളാണെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ, അത് ഫസ്റ്റ് ടൈം തിരിച്ചറിഞ്ഞപ്പോൾ ആരോടാണ് എന്താ ആദ്യമായിട്ട് പറഞ്ഞത്, എനിക്ക് ആ ഒരു ചേഞ്ചസ് ഫീൽ ചെയ്തു? അത് ആദ്യമായി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ കൂടെ കളിച്ച് നടക്കുന്ന കൂട്ടുകാരോട് തന്നെയായിരിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിപ്പോൾ എന്താ പറയുക, എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളോട്, ഇപ്പം കൂടുതലും പെൺകുട്ടികളോട് കൂട്ടുകൂടാനായിരുന്നു. മീൻസ് നമ്മുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോടാണ് നമുക്ക് ചെറുപ്പത്തിൽ ആ ഒരു അടുപ്പം വരിക, ബീങ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം അടുപ്പവും അട്രാക്ഷനും ഡിഫറെൻ്റ് ആണ്. അടുപ്പം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കൂട്ടുകാരോടാണ് തോന്നുന്നത്. ആ കൂട്ടുകാരികളായി ഞാൻ കാണുന്നതല്ല പെൺകുട്ടികൾ. ഒരിക്കലും ഒരു ആൺകുട്ടിയോട് അങ്ങനെ ഒരു അത്രയും ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദം സ്ഥാപിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മളോട് സൗഹൃദം സ്ഥാപിക്കാൻ വരുന്ന ആൾക്കാരോട് ഞാൻ തുറന്ന് പറയായിരുന്നു, എന്നെ ഒരിക്കലും ഒരു ആൺകുട്ടിയായിട്ട് കാണരുത്, ഞാൻ ആൺകുട്ടിയല്ല, ഞാൻ പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ തന്നെ പറയായിരുന്നു. പിന്നെ നമുക്ക് ആ മാനറിസംസും ഒക്കെ ചെറുതായിട്ട് വരും. പിന്നെ നൃത്തത്തിനോടും സംഗീതത്തിനോടും കലകളോടും ഒക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ശരിക്കും സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെറുപ്പത്തിൽ പഠിച്ചു തുടങ്ങിയപ്പോ വീട്ടുകാർക്കൊരു പേടി തോന്നി തുടങ്ങി, ആൾക്ക് ഒരു സ്ത്രൈണത ഡെവലപ്പ് ചെയ്ത് വരുന്നു. നമ്മൾ കോമൺ ആയിട്ട് സിനിമയിലും മറ്റുള്ളതിലൊക്കെ കണ്ടു നിങ്ങളെ അതങ്ങനെ ഒരു നിങ്ങൾ എന്താ പറയുക ട്രാൻസ്ജെൻഡർ ആ ടീമിനെ മറ്റുള്ള മീഡിയാസ് വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അത് ആക്ച്വലി ഇപ്പൊ ഈ പറഞ്ഞതിലും ഒരു തിരുത്തുണ്ട്. ശരിക്കും എന്താന്ന് വെച്ചാൽ മീഡിയ ഈ ക്യൂർ കമ്മ്യൂണിറ്റിയോട് ചെയ്ത ഒരു വലിയൊരു ക്രൂരതയാണ് അങ്ങനെയുള്ള ചില മാനറിസംസിനെ ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെ കോമഡി വൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക തമാശവൽക്കരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ചില മൂവി സീൻസ് ആണെങ്കിലും സിനിമകളാണെങ്കിലും ഒക്കെ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ 2005 പുറത്തിറങ്ങിയ ചാന്ത് പൊട്ട് എന്ന് പറഞ്ഞ സ്ത്രീ സിനിമ, അത് കണ്ടാൽ ഇപ്പം ഈ പറയുന്ന എനിക്ക് പോലും ചിരി വരും. അതിൽ നായകൻ കാണിക്കുന്ന ഭാവങ്ങളും അല്ലെങ്കിൽ ഡയലോഗുകളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്നത് ഞാനും ചിരിക്കും. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഈ ക്യൂർ കമ്മ്യൂണിറ്റിയോട്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനോട് മാത്രമല്ല, ക്യൂർ കമ്മ്യൂണിറ്റി LGBTIQ അടങ്ങുന്ന ആ ഒരു സമൂഹത്തോട് മൊത്തത്തിൽ ചെയ്തൊരു വലിയൊരു പാതകമാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കാല് വയ്യാത്ത ഒരാള് വഴി കൂടെ നടന്നു പോവുകയാണ്, നമ്മൾ അയാളുടെ നടത്തെ പരിഹസിക്കുമോ? പരിഹസിച്ചാൽ തന്നെ നമ്മുടെ കുട്ടി അയാളെ പരിഹസിച്ചാൽ നമ്മൾ ആ കുട്ടിയെ പറഞ്ഞ് തിരുത്താൻ നോക്കും. അയാൾ കാല് വയ്യാത്ത ആളാണ്, അങ്ങനെ ചിരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ കുട്ടിയോട് പറഞ്ഞ് പഠിപ്പിക്കാൻ തയ്യാറാവും. പക്ഷെ ഈ ഒരു വിഭാഗത്തിലെ ഒരാളുടെ ഒരു മാനറിസം കണ്ടാൽ, ഒരു സംസാരം കേട്ടാൽ, അല്ലെങ്കിൽ അയാളുടെ ആ ചലനങ്ങൾ അംഗവിക്ഷേപങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ നമ്മുടെ ഉള്ളിൽ ചിരി വരും. നമ്മൾ പുറമേ ചിരിക്കും, മറ്റൊരാളോട് ഷെയർ ചെയ്ത് ചിരിക്കും. അയാളെ മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക ഒരു പരിഹാസ പാത്രമാക്കാൻ നമ്മൾ മത്സരിക്കും, അല്ലേ? പക്ഷെ ഏറ്റവും പരിഗണന വേണ്ട ഒരു വിഭാഗമാണ് ഈ പരിഹസിക്കപ്പെടുന്നത്. അത് നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ ജന്മനാ കിട്ടുന്ന ഒരു കാര്യമാണ് ജെൻഡർ ഐഡന്റിറ്റി. നമുക്ക് നമ്മുടെ ശരീരവും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സിസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ്. ട്രാൻസ്ജെൻഡറിന്റെ നേർ വിപരീതമാണ് സിസ്ജെൻഡർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന്റെ സെക്സും ബയോളജിക്കൽ സെക്സും നമ്മുടെ റിയൽ ജെൻഡർ ഐഡന്റിറ്റിയും ഒരേ ദിശയിൽ പോകുന്ന ആൾക്കാരാണ് സിസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പുരുഷനും സ്ത്രീയും ആയിരിക്കുന്ന ആൾക്കാരാണ്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് ഒന്നും ശരീരം കൊണ്ട് മറ്റൊന്നും ആവുന്ന ആൾക്കാരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസും ട്രാൻസും എന്ന് പറയുന്നത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതല്ല, നമ്മൾ ജനിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നതല്ല. ഓക്കെ, ഞാൻ സിസ്ജെൻഡർ ആവുന്നു,
അല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആവുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജനിക്കുന്നതല്ല. ഇത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കാര്യമാണ്. അതിനെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഇത് എൻ്റെ ഒരു ഭാഗ്യദോഷമായി അല്ലെങ്കിൽ എൻ്റെ ഒരു നിർഭാഗ്യമായി എന്നൊരിക്കലും ഞാൻ പറയില്ല. ഇതെന്റെ ഭാഗ്യമായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ശരിക്കും ഒരു പുരുഷന്റെ ജീവിതം മാത്രം അറിയല്ല ഞാൻ ചെയ്തത്. പുരുഷന്റെ ജീവിതവും സ്ത്രീയുടെ ജീവിതവും ഇതെല്ലാം പുറമേ നിന്ന് നോക്കി കാണാനും അറിയാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്, ബീങ് എ ട്രാൻസ് വുമൺ. അപ്പോ എൻ്റെ ഒരു ഭാഗ്യമാണത്, പ്രകൃതിയുടെ ഒരു വൈവിധ്യമാണത്. അത് നമ്മൾ എപ്പോഴും അതിനെ അയ്യോ ഇതൊരു ഭാഗ്യക്കേടായല്ലോ ഇയാൾക്ക്. നോർത്ത് ഇന്ത്യൻ ഭാഗത്തൊക്കെ ശരിക്കും നിങ്ങളെ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അതൊക്കെ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. ദൈവതുല്യമായി കാണുന്നത് നമ്മൾ എന്താ പറയാ, ശരിക്കും നോർത്ത് ഇന്ത്യയിൽ നല്ല ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. അതെ അതെ, ശരിക്കും നമ്മൾ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്, കാഴ്ചപ്പാട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ശരിക്കും നോർത്ത് ഇന്ത്യയിൽ അവരെ ദൈവതുല്യരായി കാണുന്നു എന്നൊക്കെ പറയുന്ന വെറും വാക്ക് മാത്രമാണ്. ശരിക്കും നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ആ വേർതിരിവുള്ളത്. അവരെ അത്രയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു ഇത് ഹിജറ കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു കൾച്ചർ തന്നെ അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലാണെങ്കിലും ഒക്കെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത് അത്ര പ്രോമിനന്റ് അല്ല, പക്ഷെ മറ്റ് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഹിജറ കൾച്ചർ വളരെ കോമൺ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹിജറ കൾച്ചർ ആക്ച്വലി എന്താ പറയുക, വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടി പോയിട്ട് അവർ അവരുടേതായ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അതിൽ അവർക്ക് സമൂഹത്തിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നില്ല, അവരുടെ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവർ പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം അവർക്ക് സമൂഹത്തെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സമൂഹത്തിനെതിരെ നീന്താനാണ് അല്ലെങ്കിൽ സമൂഹത്തിനെതിരെ തുഴയാനാണ് അവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പം ഹിജറ കൾച്ചറിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഹിജറ കൾച്ചർ ഇന്ത്യയിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൾച്ചറാണ്. പക്ഷെ നമ്മൾ പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സ് ഹിജറ കൾച്ചർ എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ഇവിടെ പറയാറുള്ളത്. പക്ഷെ ഹിജറ കൾച്ചറും ട്രാൻസ്ജെൻഡർ എന്ന പദവും ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ അത് ആ ഹിജറ കൾച്ചർ ഉണ്ടാക്കുന്നതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. കാരണം കുടുംബം ഒരു കുട്ടിയെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ, റെസ്പെക്റ്റീവ് ഓഫ് അവരുടെ ജെൻഡർ ആണെങ്കിലും സെക്ഷുവാലിറ്റി ആണെങ്കിലും എന്താണെങ്കിലും ആ കുട്ടിയെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ട്രഗിളിലൂടെ ആ കുട്ടിക്ക് കടന്നു പോകേണ്ട വരില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ആ കുട്ടിക്ക് മാറേണ്ടി വരില്ല. ആ കുട്ടിക്ക് ഒരു ഫാമിലി ഉണ്ടാവും, ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടതെല്ലാം അതിന് കിട്ടും. സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാം കിട്ടും. ഒരു നല്ല പൗരനായിട്ട് ആ കുട്ടിക്ക് വളർന്നു വരാൻ പറ്റും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പോൾ അത് നമ്മൾ നിഷേധിക്കുന്നിടത്തോളം നമുക്ക് ഹിജറ കൾച്ചറിനെയോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെയോ അധിക്ഷേപിക്കാനോ അപഹസിക്കാനോ യാതൊരു അർഹതയുമില്ല. ഇപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്കത് ആഗ്രഹമുണ്ട്, ഈ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ടി എന്തൊക്കെ ട്രീറ്റ്മെന്റ്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. അത് പൊതുവിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് സർവൈവലിന് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് നോർമലായിട്ട് ജീവിക്കാനായിട്ട് ഉള്ളൊരു ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് ട്രാൻസിഷൻ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അത് വളരെ എന്താ പറയുക വിശദമായി ഡെവലപ്പായി വന്നിരിക്കുന്ന ഒരു ശാസ്ത്രം തന്നെയാണ്. ശരിക്കും എന്താ പറയുക ഇതിന്റെ ഒരു സൊല്യൂഷൻ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഏത് രീതിയിൽ മോൾട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് നമ്മുടെ ശരീരമാണത്. അപ്പൊ അതിന് കുറെ സ്റ്റേജസ് ഉണ്ട്. നമുക്കിപ്പോ ഇന്ന് വിചാരിച്ചാൽ നാളെ ഒരു ദിവസം കൊണ്ട് ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരു സർജറി കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ബയോളജിക്കൽ സെക്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ചേഞ്ച് ചെയ്യുന്നത് കുറെ ട്രീറ്റ്മെന്റ്സിന്റെ ഒരു സിങ്ക്രണൈസേഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരിക. അപ്പൊ അതിൽ സർജറികൾ ഇൻവോൾവ് ആവും, ട്രീറ്റ്മെന്റ്സ് ഇൻവോൾവ് ആവും, ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് ഇൻവോൾവ് ആവും, ലേസർ ട്രീറ്റ്മെന്റ്സ് ഇൻവോൾവ് ആവും. ഇപ്പൊ രണ്ട് രീതിയിലും ഇപ്പൊ പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് മാറാനും സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് മാറാനും ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് നമുക്ക്. അപ്പം പൊതുവില് പുരുഷ ശരീരത്തിൽ നിന്ന് സ്ത്രീ ശരീരത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ ശരീരത്തിനെ ഡിസൈൻ ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് ഹോർമോൺസിനുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹോർമോൺ ട്രീറ്റ്മെന്റ് ആണ്. ഈ ഹോർമോൺ ട്രീറ്റ്മെന്റ് അണ്ടർഗോ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഒരു ട്രാൻസ്ജെൻഡർ ആണോ എന്ന് അസസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഒരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടതുണ്ട്. ആ സൈക്യാട്രിസ്റ്റുമായി കുറെ നാള് നമ്മൾ കൺവേഴ്സ് ചെയ്യേണ്ടതുണ്ട്, ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അപ്പം അതിന്റെ ഫലമായിട്ട് ആ ഡോക്ടർ നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരും. അതായത് ഈ വ്യക്തി ട്രാൻസ്ജെൻഡർ ആണ്, ഈ വ്യക്തിയുടെ ബയോളജിക്കൽ സെക്സ് ചേഞ്ച് ചെയ്യാൻ ഈ വ്യക്തി എലിജിബിൾ ആണ് എന്നുള്ളത് നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരും. ആ സർട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റേജായ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് ട്രാൻസിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതെന്താന്ന് വെച്ചാൽ
അതായത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ടീനേജ് സമയത്താണ് ശരിക്കും ശരീരത്തിൽ ഹോർമോൺസ് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്ത് തുടങ്ങുക. അപ്പൊ അതുപോലെ തന്നെയാണ് ശരിക്കും ഇതൊരു രണ്ടാം കൗമാരമാണ് നമ്മുടെ ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, ട്രാൻസിഷന്റെ ഭാഗമായിട്ടുള്ള ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന ഒരു ടൈം കാലാവധി എങ്ങനെയാണ്? കാലാവധി ബേസിക്കലി നമുക്കിപ്പം 1 വർഷം മുതൽ മുകളിലോട്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യാവുന്നതാണ്. മിനിമം നമ്മൾ 1 വർഷമെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. കാരണം 1 വർഷം എങ്കിലും ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് മറ്റ് ചേഞ്ചസിന് തയ്യാറാവുകയുള്ളൂ. അല്ലെങ്കിൽ വളരെ മറ്റ് ചേഞ്ചസ് എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ. ഇപ്പൊ സർജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് ആക്ട് ചെയ്യാനായിട്ട് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി മിനിമം 1 വർഷമെങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ് ഗവൺമെന്റ് നോംസ് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ട്രാൻസിഷൻ പ്രോപ്പർ ആവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു പക്ഷെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഹസാർഡ്സ് വരാൻ സാധ്യതയുണ്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി തന്നെ ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ നോക്കി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും. കാരണം മൂഡ് സ്വിങ്സ് പോലെയല്ല, നമ്മുടെ മൂഡ് വേരിയേഷൻസ്, മൂഡ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അകാരണമായ വിഷമം, അകാരണമായ സന്തോഷം, അങ്ങനെ ഇപ്പം ഒരു പെൺകുട്ടി മെൻസസിന്റെ സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ എന്താ പറയാ അപ്സ് ആൻഡ് ഡൗൺസ് പോലെ തന്നെയാണ് ഹോർമോൺ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ പറഞ്ഞ മെന്റൽ ആയിട്ടുള്ള ഈ ഒരു ടെർമോയിൽസ്. അപ്പം അത് നേരിടാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി 1 വർഷം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് മറ്റ് ട്രീറ്റ്മെന്റ്സിലേക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ബോഡി ഹെയർ റിമൂവൽ ആയിട്ടുള്ള ലേസർ തെറാപ്പീസ്, ഇലക്ട്രോളിസിസ്, അങ്ങനെ പല ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിനോടൊപ്പം ആ ട്രീറ്റ്മെന്റ്സും കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ വളരെ പെയിൻഫുൾ ആണ്. പൊതുവിൽ ലേസർ ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും ഇലക്ട്രോളിസിസ് ആണെങ്കിലും എല്ലാം വളരെ പെയിൻഫുൾ ആണ്. നമ്മുടെ ഒരു രോമം പറിച്ചെറിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു വേദന, നമ്മുടെ ശരീരം മുഴുവനുള്ള രോമങ്ങൾ പറിച്ചെറിയുമ്പോൾ എത്ര വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും നോക്കാൻ മതി. അതിന്റെ ആ വേദനയുടെ ഇന്റൻസിറ്റി അറിയാം. അപ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ, കുറച്ചൊക്കെ നല്ല കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഈ ട്രീറ്റ്മെന്റ്സിലെല്ലാം. ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കാൻ ഒരു വ്യക്തി തയ്യാറാവുന്നു എന്നതിനർത്ഥം ആ വ്യക്തി അത്രയും അതിനെ എന്താ പറയാ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങള് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നമുക്ക് ഒരുപാട് വേറെ ഈ ഒരു ദിവസം നമുക്കറിയാം വുമൻസ് ഡേ ആണ്. നമുക്ക് ഒരുപാട് വ്യക്തികളെ നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെ പോലുള്ള ഒരാളെ ഈ ഇന്റർവ്യൂക്ക് വിളിക്കാൻ തന്നെ കാരണം ഇങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് സമൂഹത്തിനോടുള്ള ഒരു മെസ്സേജ് കൂടിയാണ്. നിങ്ങളിപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ, ഇതിനു മുന്നുള്ള സിറ്റുവേഷനിൽ മറ്റു പരിഹാസങ്ങളൊക്കെ ഒരുപാട് ചിലപ്പോ നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടാക്കി. അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും പരിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും ഏതൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കും മറക്കാനാവാത്ത ഉണ്ടായിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ സമയത്തല്ല, അതായത് എന്റെ ഒരു അഡൽട്ട്ഹുഡിന്റെ സമയത്തല്ല, മറിച്ച് എന്റെ ബാല്യത്തിലാണ് എനിക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല് എന്റെ ജീവിതത്തിൽ ഞാനൊരു 3 ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, അതിൽ ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഘട്ടം എന്റെ ബാല്യമാണ്. ബാല്യത്തിൽ നമുക്കൊരിക്കലും നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരിക്കലും അഭിനയിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ ഇന്നസെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളോട് ചങ്ങാത്തം സ്ഥാപിക്കാൻ വരുന്ന ആൾക്കാരോടെല്ലാം നമ്മൾ തുറന്ന് പറയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ഒന്നും നമ്മുടെ മാനറിസംസ് ആണെങ്കിൽ ഒന്നും ഹൈഡ് ചെയ്യാനും പറ്റില്ല, നമുക്ക് ആ ഒരു സ്ത്രൈണത ഉണ്ടാവും. അപ്പം അതൊക്കെ ശരിക്കും ബാല്യത്തിൽ എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയാ, ആൾക്കാരുടെ ഇടയിലേക്ക് പോകാനൊക്കെ നല്ല മടി തോന്നും നമുക്ക്. കാരണം നമ്മളെ പരിഹസിക്കും. ഇപ്പൊ 2 ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവർ ചിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഉള്ളിലൊരു ഭയം തോന്നും. അവർ നമ്മളെ നോക്കി പരിഹസിക്കുന്നതാണോ, അങ്ങനത്തെ ഒക്കെ ഒരു പേടി തോന്നും. അതുപോലെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഞാൻ താഴെ നിൽക്കില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഓടിക്കയറി എന്റെ മുകളിലെ റൂമിൽ കയറി അടച്ച് കൂട്ടിയിരിക്കും. കാരണം ഫേസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ വളരെ ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ആ ഒരു ബാല്യം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ഫേസിൽ, ബാല്യം എന്ന ആ ഒരു ഫേസിൽ ഞാൻ കുറെ പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണെങ്കിലും എന്താ പറയാ, ആൺകുട്ടികളിൽ ചിലർ വളരെ കുറുമ്പുള്ള ആൺകുട്ടികൾ ഉണ്ടാവല്ലോ. അപ്പൊ അവരെല്ലാം ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. എന്താ പറയാ, കുറെ പേരുകൾ വിളിക്കായിരുന്നു. അതിൽ ഞാൻ ഓർക്കുന്ന ഒരു പേര് ഡ്യൂപ്ലിക്കേറ്റ് ലേഡി എന്നുള്ളൊരു പേരാണ്. അപ്പൊ എന്താ വെച്ചാ ഇപ്പൊ കുട്ടികളല്ലേ, നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മാറുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പം എല്ലാവരെയും അറിയിച്ചപ്പോ, എന്റെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാവരെയും അറിയിച്ചപ്പോ, സ്കൂൾ ലൈഫിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഈ കുറുമ്പന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ എന്നെ ഫോൺ വിളിച്ചിട്ട്
കുറെ മാപ്പപേക്ഷകൾ സോറി ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ നിന്നോട് കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം, അറിയില്ലായ്മയോട് ചെയ്യുന്നതാണല്ലോ. അത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ഞാനവിടെ അതൊന്നും പറയണ്ട, കാരണം കുട്ടികളായിരിക്കും നമുക്ക് ചെയ്യുന്നതിനെ നമുക്ക് തീർച്ചയായിട്ടും ക്ഷമിക്കാവുന്ന കാര്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എന്റെ സെക്കൻഡ് സ്റ്റേജ്, ലൈഫിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ കോളേജിലേക്ക് കടക്കുന്ന ആ ഒരു ഫേസ് ആയിരുന്നു. അപ്പം എനിക്ക് എന്റെ സ്കൂൾ ലൈഫിൽ ഞാൻ നേരിട്ട ഈ പരിഹാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം കോളേജ് ലൈഫിൽ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മാനറിസംസും എന്നിലെ സ്ത്രൈണതയും ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് ഞാനൊരു സ്ത്രീയാണ് എന്നുള്ള ചിന്ത പുറം ലോകത്തേക്ക് എത്തിക്കാത്ത രീതിയിൽ ഞാൻ ശ്രമിച്ചിരുന്നു. കോളേജിൽ പോകുന്ന സമയത്ത് വസ്ത്രധാരണമൊക്കെ ആൺകുട്ടികളുടെ പോലെയായിരുന്നു. അത് അങ്ങനെയല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു സമൂഹം ഒരിക്കലും ഇത് അംഗീകരിക്കാത്തൊരു കാലഘട്ടമാണ് അന്നും ഇന്നും. സത്യം പറഞ്ഞാൽ ഇന്നും ഇപ്പം അങ്ങനെ ഒരു സ്ത്രീവേഷം ഉള്ള ഒരു ആൺകുട്ടി കോളേജിലേക്കോ അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലേക്കോ പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേഷം കെട്ടിയേ പറ്റുള്ളൂ. ശരിക്കും നമ്മൾ വേഷം കെട്ടുന്നത് ആൺകുട്ടിയായിട്ടാണ് വേഷം കെട്ടുന്നത്. സമൂഹം തിരിച്ചറിയുന്നത് നമ്മൾ പെൺകുട്ടിയായിട്ട് വേഷം കെട്ടുന്നു എന്നാണ് സമൂഹം വിചാരിക്കുന്നത്. ബേസിക്കലി ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ശരിക്കും അതാണ് ഇതിന്റെ റിയാലിറ്റി. അതായത് ഇപ്പൊ ആണ് പെണ്ണായി മാറുന്നതല്ല, പെണ്ണ് പെണ്ണായി തന്നെ ജീവിക്കാൻ തയ്യാറാവുന്നതാണ് ഈ ട്രാൻസിഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ. അപ്പോ അത് സമൂഹം ആ ഒരു രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഈ ഒരു സെക്കൻഡ് ഫേസിൽ ഞാൻ കോളേജിലേക്ക് കടക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ആൺകുട്ടിയായിട്ടാണ് കോളേജിലേക്ക് കടക്കുന്നത്. അപ്പൊ എന്നെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. എനിക്ക് ഇങ്ങനെ ഒരു എന്റെ ഐഡന്റിറ്റി ഇതാണെന്ന് ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഞാൻ നേരിട്ട ഒറ്റപ്പെടുത്തലുകളും എന്താ പറയുക കൂട്ടുകാരില്ലാത്ത അവസ്ഥയും ഒന്നും എനിക്ക് കോളേജിൽ ഉണ്ടായിരുന്നില്ല. കോളേജിൽ ക്ലാസ്സിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിരുന്നു. കൂടെ പഠിച്ചവര് കോളേജിൽ ഇല്ല, ഉണ്ടായിട്ടില്ല. അതെന്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു. കാരണം ഞാൻ പേടിച്ചിരുന്നു എന്റെ സ്കൂളിൽ, അല്ലെങ്കിൽ എന്റെ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും എന്റെ കോളേജിലേക്ക് വരുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. കാരണം ഞാൻ ശരിക്കും എന്താ പറയാ ആക്ട് ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു അത്. ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, പ്രിയ എന്നുള്ളൊരു പേര് എന്തായിരുന്നു? അപ്പൊ എന്റെ പഴയ പേര് ജിനു എന്നായിരുന്നു. ജിനു ആക്ച്വലി ജിനു എന്ന പേര് എന്താ പറയാ ഒരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നെയിമാണ്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ഇടാൻ പറ്റുന്ന ഒരു പേരാണ് ജിനു എന്ന പേര്. അപ്പൊ ഞാൻ മാറുന്ന സമയത്ത്, എന്റെ ട്രാൻസിഷന്റെ സമയത്ത് പേര് മാറ്റണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് പലരും എന്നോട് പറഞ്ഞു മാറ്റേണ്ട ആവശ്യമില്ല, കാരണം പേര് മാറ്റി കഴിഞ്ഞാൽ കുറെ കോംപ്ലിക്കേഷൻ, നമുക്ക് എല്ലാത്തിനും ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം, പിന്നെ എന്താ പറയാ രേഖകളിൽ മാറ്റണം, സർട്ടിഫിക്കറ്റ്സിൽ മാറ്റണം, എല്ലാം മാറ്റേണ്ടി വരും, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അതിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ മാറി വന്നപ്പോ എന്റെ ട്രാൻസിഷൻ ടുവേർഡ്സ് എന്തിലേക്ക് വരുമ്പോ എനിക്ക് തോന്നി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പെയിൻ സഹിച്ച് ഞാൻ ഇത്രയും മാറാൻ തയ്യാറാവുമ്പോ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരിടുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. അപ്പൊ ഈ ജിനു എന്ന പേരിനോട് എനിക്ക് വെറുപ്പുമില്ല ഇഷ്ടവുമില്ല, അങ്ങനത്തെ ഒരു ഫേസിലായിരുന്നു. പക്ഷെ എനിക്ക് ആ പേര് മാറ്റിയാൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു. അപ്പോ ആ പേരിനോട് സാമ്യമുള്ള ജാനകി എന്നൊരു പേരിനോടായിരുന്നു ആദ്യം, ആ ജാനകി എന്ന പേരിലേക്ക് മാറ്റാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പൊ എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എന്റെ ഒരു കസിൻ സിസ്റ്റർ സജസ്റ്റ് ചെയ്തു. അതായത് ജാനകി എന്ന് പറയുന്നത് സീതയുടെ പര്യായമാണ്. സീത എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസത്തിലെ ഒരു ദുരന്ത കഥാപാത്രമാണ്. അപ്പം നീ മാറുമ്പോ ഒരിക്കലും ഒരു ദുരന്തത്തിലേക്കല്ല പോകേണ്ടത്, നീ മാറുമ്പോ ഏറ്റവും വലിയൊരു സന്തോഷത്തിലേക്കാണ് പോകേണ്ടത്. നിന്റെ ഒപ്പം നിൽക്കുന്നവരെയും എന്താ പറയാ ഒരു സന്തോഷത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം ആ ഒരു പേരിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്കൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു പേരിലേക്ക് പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കാരണം. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു നെയിം ആയിരിക്കണം. പ്രിയ എന്ന് വെച്ചാൽ എന്താ പറയാ പ്രിയം തോന്നിക്കുന്നവൾ അല്ലെങ്കിൽ പ്രിയം ഉണ്ടാക്കുന്നവൾ എന്നാണ് അതിന്റെ പദത്തിന്റെ ആ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രിയം തോന്നുന്നവൾ, ജീവിതത്തോട് തന്നെ പ്രിയമുള്ളവൾ എന്നൊരു അർത്ഥത്തിലാണ് ഞാൻ പ്രിയ എന്ന് തന്നെ എടുക്കാൻ തീരുമാനിച്ചത്. കാരണം എനിക്ക് ആ പേരിനോട് പണ്ട് മുതലേ ഇഷ്ടം ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി എന്താ പറയാ സ്കൂൾ ലൈഫ് തൊട്ട് തന്നെ പ്രിയ എന്ന പേര് എനിക്കൊരു, പിന്നെ അതൊരു കോമൺ നെയിമാണ് പ്രിയ എന്ന് പറയുന്നത്. നമുക്ക് മലയാളികൾക്ക് വളരെ ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നെയിമാണ്. അപ്പം എന്റെ പേര് എന്തായാലും ഏത് പേര് വന്നാലും മുന്നിൽ ഒരു ഡോക്ടർ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഡോക്ടർ ഒരു വളരെ ഓക്വേർഡ് ആയിട്ടുള്ളൊരു നെയിം വരുന്നതിനേക്കാൾ, അല്ലെങ്കിൽ വളരെ ഫാൻസി ആയിട്ടുള്ളൊരു നെയിം വരുന്നതിനേക്കാൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു നെയിം ആണെങ്കിൽ അത് വളരെ നാച്ചുറൽ ആയിട്ട് പോകും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു പേര് മതി എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞു ഡോക്ടർ, ഈ ഡോക്ടർ എന്നൊരു സ്വപ്നം എന്ന് മുതലാണ് മനസ്സിൽ ഉണ്ടായിരുന്നത്? ഡോക്ടർ എന്നൊരു സ്വപ്നം സത്യം പറഞ്ഞാൽ അത് എന്റെ സ്വപ്നമായിരുന്നില്ല. ശരിക്കും എന്റെ
ഫാമിലിയുടെ സ്വപ്നമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ബാല്യത്തിലാണെങ്കിലും വളർന്നു വരുന്ന സ്റ്റേജിലാണെങ്കിലും ടീനേജിലൊക്കെ ആണെങ്കിലും എനിക്ക് കൂടുതൽ താല്പര്യം ആർട്സിനോടും ലിറ്ററേച്ചറിനോടും ഒക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, പക്ഷെ സയൻസിനോട് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. സയൻസും എനിക്ക് ഇഷ്ടം തന്നെയായിരുന്നു. ഇപ്പൊ 10ാം ക്ലാസ് ആണെങ്കിലും 12ാം ക്ലാസ് ആണെങ്കിലും എല്ലാം സയൻസ് ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത സബ്ജക്റ്റ് തന്നെയാണ്. പിന്നെ എൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ ഇപ്പം അച്ഛനും അമ്മയും നേഴ്സായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഡോക്ടർ എന്ന ആ ഒരു പ്രൊഫഷനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സ് ആവണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരുന്നു. അവരത് ഞങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യായിരുന്നു. ഡോക്ടർ എന്ന ഒരു പ്രൊഫഷന്റെ മഹാത്മ്യത്തെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹത്വത്തെ പറ്റിയൊക്കെ ഞങ്ങളോട് ചെറുപ്പം മുതൽ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം തോന്നിയിരുന്നു എന്നുള്ള സത്യമാണ്. പിന്നെ സയൻസ് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമുള്ളൊരു വിഷയമായതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു സ്ട്രീമിലേക്ക് തിരിയാൻ തയ്യാറായത്. പിന്നെ ആയുർവേദം എടുക്കാൻ കാരണം ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ താല്പര്യം ബേസിക്കലി ആർട്സും ലിറ്ററേച്ചറിനോടുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡ്രൈ സയൻസ് എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉള്ള ഒരു സയൻസ് പഠിക്കാനായിരുന്നു താല്പര്യം. ഞാൻ നമ്മുടെ ഈ സയൻസ് ഫീൽഡിൽ എന്തെല്ലാം സബ്ജക്ട്സ് ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പഠിച്ചു നോക്കിയിരുന്നു. അപ്പം അതിന് ആയുർവേദം എനിക്ക് സ്ട്രൈക്ക് ചെയ്തിരുന്നു. അപ്പം എൻട്രൻസ് എഴുതുമ്പോൾ തന്നെ ഞാൻ ആയുർവേദം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എൻട്രൻസ് ചെയ്തത്. ഇപ്പം ഫസ്റ്റ് റാങ്ക് ആണെങ്കിലും ഏത് റാങ്ക് ആണെങ്കിലും ആയുർവേദം തന്നെ എടുക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിന്റെ പേരിലാണ് ഇതിലേക്ക് തന്നെ ഈ സ്ട്രീമിലേക്ക് തന്നെ വന്നത്. അത് വളരെ ഒരു എന്താ പറയുക, ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് ആഗ്രഹിച്ചൊരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും ഫാമിലി എല്ലാവരും വളരെ ഹാപ്പിയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, ഏടത്തിയമ്മ, അവരുടെ ഫാമിലി, 2 കുട്ടികളുണ്ട് അവർക്ക്. അച്ഛനും അമ്മയും ചേട്ടൻ കുടുംബമാണ്. ചേട്ടനും ഫാമിലിയും ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പം അവരവിടെയാണ്. അച്ഛനും അമ്മയും നാട്ടിലുണ്ട്. അച്ഛനും ബിസിനസ്സാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി. ഇപ്പൊ നമ്മുടെ സമൂഹം മൊത്തത്തില് ഡോക്ടർ പ്രിയയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങളും സ്നേഹവും എല്ലാം തന്ന് വളരെ ഒരു വേറൊരു പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ് അല്ലെ. എനിക്ക് തോന്നുന്നു നോർമൽ ഒരാള് ട്രാൻസ്വുമണായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും ശ്രദ്ധിക്കപ്പെടൂ എന്ന് എനിക്കറിയില്ല. അതിന്റെ കൂടെ ഒരു ഡോക്ടർ കൂടി ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ജനങ്ങളിലേക്ക് ആ ഒരു വൈറൽ ആയിട്ട് പോവാൻ സാധിച്ചത് അല്ലെ. അതില് എന്താ തോന്നുന്നത്? ഇപ്പോ ഇത് വൈറലായി എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഡോക്ടറായി എന്നുള്ളതിനേക്കാൾ ഇതിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഫാമിലി അക്സെപ്റ്റൻസ് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈ വയ്യാതൊരു കുട്ടി അല്ലെങ്കിൽ കാല് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുള്ള, അംഗവൈകല്യം എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇപ്പം, പക്ഷെ എന്നാലും അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടി നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാനും ആ കുട്ടിക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കാനും എത്ര ചികിത്സാ ചെലവ് ഉണ്ടായാലും അതെല്ലാം ബെയർ ചെയ്യാനും നമ്മുടെ ഫാമിലീസ് തയ്യാറാവുന്നുണ്ട്. പക്ഷെ വീട്ടിലൊരു ക്യൂർ ആയിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടോ അല്ലെങ്കിൽ ഗേ ആയിട്ടോ ലെസ്ബിയൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ കാറ്റഗറൈസ് ചെയ്തിട്ട്, അതായത് ജെൻഡർ ഐഡന്റിറ്റി വെച്ചിട്ടോ സെക്ഷൽ ഓറിയന്റേഷൻ വെച്ചിട്ടോ എന്തെങ്കിലും മാറ്റങ്ങളുള്ള ഒരു കുട്ടി വീട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയെ ഈ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഫാമിലികൾ തയ്യാറാവുന്നില്ല, കുടുംബങ്ങൾ തയ്യാറാവുന്നില്ല. ആ തയ്യാറാകാത്തതിന്റെ മെയിൻ റീസൺ നമ്മൾ പിന്തുടർന്ന് വരുന്ന ആ ഒരു പഴഞ്ചൻ ചിന്താഗതിയും കുറെ തെറ്റിദ്ധാരണകളും ഒക്കെ കൊണ്ടാണ്. ഇത് ഒരു എന്താ പറയുക, ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി എങ്ങനെയാണെങ്കിലും അതിനെ നമ്മൾ ചേർത്ത് നിർത്താൻ തയ്യാറാവണം എന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു വേർതിരിവ് നമ്മൾ കാണിച്ചു എന്ന് വരില്ല. അപ്പൊ അങ്ങനെ കാണിക്കാത്തിടത്തോളം ആ കുട്ടിയെ നമുക്ക് നോർമലായിട്ട് തന്നെ വളർത്താൻ പറ്റും. ആ കുട്ടിക്ക് എത്തിപ്പെടേണ്ടിടത്തൊക്കെ എത്തിപ്പെടാൻ പറ്റും, വലിയ വലിയ ഉയരങ്ങളിൽ എത്തിപ്പെടാൻ പറ്റും. ഇപ്പൊ ഡോക്ടർ മാത്രമല്ല, മേ ബി കളക്ടർ വരെയൊക്കെ ആവാൻ പറ്റും, അല്ലെങ്കിൽ എന്താ പറയാ ഭരണ സ്ഥിര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇത് ഒരു മെസ്സേജ് കൂടിയാണ് അങ്ങനെയുള്ള ഒരു പേരൻസ്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം? ഇപ്പോ നിങ്ങളിപ്പോ പൂർണ്ണമായ ഒരു സ്ത്രീ ആയി എന്ന് തന്നെ പറയാം അല്ലെ. ഇനി അങ്ങോട്ടുള്ളൊരു ലൈഫ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഞാൻ ജീവിതത്തെ അങ്ങനെ പ്ലാൻ ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആകെ പ്ലാൻ ചെയ്തത് എന്റെ ട്രാൻസിഷൻ ആണ്. കാരണം എനിക്ക് ഈ ട്രാൻസിഷൻ വല്ലാത്തൊരു പേടി സ്വപ്നം, തുടക്കത്തിൽ ഒരു പേടി സ്വപ്നമായിരുന്നു. ഇത് എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യുക, എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ബേസിസിൽ നിന്ന് വരാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്നെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ട മാർഗദർശനങ്ങൾ തരാനോ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ റിസർച്ച് നടത്തിയിട്ടാണ് മുന്നോട്ട് വന്നത്. ഓൾമോസ്റ്റ് 2-3 വർഷം ഞാൻ ഇതിലെന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ റിസർച്ചുകളൊക്കെ നടത്തിയതിനു ശേഷമാണ്
എൻ്റെ ട്രാൻസിഷൻ ഞാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. ഈ ഒരു 3 വർഷത്തെ റിസർച്ചിനുള്ളിൽ തന്നെ ഞാൻ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു. എൻ്റെ വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിലും വീട്ടിൽ അമ്മയോട് പ്രസന്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാം എൻ്റെ മനസ്സിലൊരു വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു. എങ്ങനെ വേണം, ഒരിക്കലും അവരെ വിട്ട് കളയാൻ പാടില്ല, അവരെ എപ്പോഴും ചേർത്ത് നിർത്തണം, കൂടുതൽ പ്രാധാന്യം അവർക്ക് കൊടുക്കണം. അതായത് ഇപ്പം ഞാൻ അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും ഈ കാര്യം പറയുമ്പോൾ ഞാൻ മാറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ആദ്യം ഒരു ഷോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അവരൊരു പക്ഷെ പൊട്ടിത്തെറിച്ചേക്കാം. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. അങ്ങനെ ഒരു പൊട്ടിത്തെറി വന്നാൽ ഞാൻ തിരിച്ചു പൊട്ടിത്തെറിക്കാനല്ല നിൽക്കേണ്ടത്. ഞാൻ അവർക്ക് വേണ്ട സമയം കൊടുക്കണം, അവർക്കൊന്ന് ആദ്യം തണുത്ത് വരാനുള്ള ഒരു സമയം കൊടുക്കണം, അവരെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സമയം കൊടുക്കണം എന്നെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ ഓൾമോസ്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് എൻ്റെ മാറ്റങ്ങൾ കംപ്ലീറ്റ് ആയതിനു ശേഷം എൻ്റെ ട്രാൻസിഷൻ ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയി എന്ന് വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലെത്തി. അപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നിയത് ഓക്കെ, എൻ്റെ ലൈഫ് ഇപ്പോൾ സക്സസ്ഫുൾ ആണ്, എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം എന്താണോ എനിക്ക് സാധിക്കാൻ പറ്റി. അത് തന്നെ വലിയൊരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു അനുഗ്രഹമാണ്. പക്ഷെ ഇനിയിപ്പം ഫ്യൂച്ചർ ലൈഫിൽ ഞാനിപ്പോൾ ഒന്നും ലക്ഷ്യം വെക്കുന്നില്ല. അതായത് മേ ബി ഒരു ഫാമിലി അല്ലെങ്കിൽ കുടുംബം, കുട്ടികളൊന്നും ഞാനിപ്പോൾ ലക്ഷ്യങ്ങളായിട്ട് വെക്കുന്നില്ല. മേ ബി ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബജീവിതം പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അതൊക്കെ വെറും എന്താ പറയാ, പലരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇൻഫാക്ച്വേഷൻ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ കുറച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒക്കെയുള്ള പലരും സമീപിക്കാറുണ്ട്, ഇഷ്ടങ്ങൾ അറിയിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ആ ഒരു സെൻസിലേ എടുത്തിട്ടുള്ളൂ. സീരിയസ് ആയിട്ട് നമ്മളിപ്പോൾ ലൈഫിനെ കാണുമ്പോൾ ഒരു ഫാമിലി ലൈഫ്, ഒരു പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഒരിക്കലും അത് ആണ് എൻ്റെ ലക്ഷ്യം, അതില്ലെങ്കിൽ എൻ്റെ ജീവിതം വേസ്റ്റ് ആയി പോകുന്നൊന്നും ഞാൻ ധരിച്ചു വെച്ചിട്ടില്ല. നമുക്ക് പോകുന്ന വഴിയിൽ അങ്ങനെ ഒരു സിൻസിയർ റിലേഷൻഷിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഒരു ഫാമിലി ലൈഫിലേക്ക് പോകും, പറ്റുകയാണെങ്കിൽ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, അങ്ങനെ കുറച്ച് മീൻസ് ഇതെല്ലാം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. വരികയാണെങ്കിൽ വരട്ടെ എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. ഇന്ന് വുമൻസ് ഡേ ആയിട്ട് കാണുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളൊരു മെസ്സേജ്, എന്താണ് പറയാനുള്ളത്? സ്ത്രീത്വം എന്ന് പറയുന്നത് പൊതുവില് എന്താ പറയാ, വളരെ ഒരു പവർ ഇല്ലാത്ത ഒരു ജെൻഡർ ആണ് എന്നാണ് പൊതുവിൽ സമൂഹമാണെങ്കിലും സ്ത്രീകൾ പൊതുവെ ആണെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ സ്ത്രീത്വം ഫ്രീഡമാണ്, അല്ലെങ്കിൽ എന്താ പറയാ, സ്ത്രീത്വം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് എന്ന് ഉറക്കെ പറയാൻ എനിക്ക് പറ്റും. ഡോക്ടർ പ്രിയ VS പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പ്രിയ VS അല്ലാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ജിനു ആയിരുന്ന സമയത്ത് എനിക്ക് എന്നിലെ സ്ത്രീ, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്, പക്ഷെ എന്നിലെ സ്ത്രീയെ എനിക്ക് പല കാര്യങ്ങളിലും ഒതുക്കി നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു എന്താ പറയാ, ഒരു സാരി വാങ്ങിക്കണം എന്ന് എനിക്ക് തോന്നുന്നതാണ്, സാരി ഉടുക്കണം എന്ന് എനിക്ക് തോന്നുന്നതാണ്, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ആഭരണങ്ങൾ ധരിക്കണം എന്ന് എനിക്ക് തോന്നുന്നതാണ്. ഇങ്ങനെ തോന്നിയാൽ അതൊരു തോന്നലായി തന്നെ അവശേഷിപ്പിക്കാനേ എനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്പം അഥവാ ഒരു ഓർണമെന്റ് ഷോപ്പിൽ പോയിട്ട് എനിക്കൊരു മാല വാങ്ങിക്കണം എന്നുണ്ടെങ്കിലോ ഞാൻ പോയിട്ട് കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞ് കൂട്ടേണ്ടി വരും. എനിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം സാരി വാങ്ങിക്കാനാണെങ്കിലും ഒക്കെ പോയി ഞാൻ വാങ്ങിച്ചിരുന്നു ആ സമയത്ത്. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ വല്ലാത്തൊരു ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം എന്റെ മനസ്സിന് തോന്നുന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ എനിക്ക് കഴിവുണ്ട്. എനിക്കിപ്പം ഒരു ലേഡീസ് ഷോപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങിക്കാനോ ഇപ്പൊ ഒരു സാരി ഉടുക്കാനോ ഒന്നും എനിക്ക് ആദ്യം അനുവാദം നോക്കേണ്ടതോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ഇതെല്ലാം എന്റെ സ്വാതന്ത്ര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളാണ്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പുരുഷനിൽ നിന്ന് സ്ത്രീ ആവുമ്പോൾ നിനക്ക് പല കാര്യങ്ങളിലും വിലക്കുകൾ വരും, നിനക്ക് രാത്രി അധികം യാത്ര ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തോന്നിയ പോലെ ഇഷ്ടപ്പെടുത്ത് എപ്പം വേണമെങ്കിലും പോയി നടക്കാനൊന്നും പറ്റില്ല, കുറെ റെസ്ട്രിക്ഷൻസ് വരും. മേ ബി ശരിയായിരിക്കാം, നമ്മുടെ സമൂഹം അങ്ങനെ പല റെസ്ട്രിക്ഷൻസും സ്ത്രീയെ സംബന്ധിച്ച് കൽപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ ഒരു സ്ത്രീ, ഒരു വ്യക്തി, അതെല്ലാം വ്യക്തിപരമാണ്. ബേസിക്കലി ഞാൻ ഒരു സ്ത്രീ ആയിരിക്കുന്നിടത്തോളം എനിക്ക് എത്ര സ്വാതന്ത്ര്യം വേണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഒരിക്കലും സമൂഹമോ അല്ലെങ്കിൽ എന്റെ ചുറ്റുപാട് നിൽക്കുന്ന വ്യക്തികളോ അല്ല. എനിക്ക് എന്റെ ലൈഫ് സ്വയം ഡിസൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് സ്ത്രീകൾ അല്ലെങ്കിൽ സമൂഹം ലിമിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത്.
ഇപ്പൊ തീർച്ചയായിട്ടും സ്ത്രീത്വം ഫ്രീഡം ആണെന്നാണ് ഞാൻ പറയുക. കാരണം നമ്മളിപ്പം ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്ത് പറയില്ല. ബേസിക്കലി പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, മനുഷ്യൻ എന്ന ഈ ഒരു വംശത്തിന്റെ ഏറ്റവും അവിഭാജ്യമായ രണ്ട് ഘടകങ്ങൾ മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അതിൽ ഞാനൊരു സ്ത്രീ ആയിരിക്കുന്നിടത്തോളം ഞാൻ എത്രത്തോളം അതിൽ ആകൃഷ്ടയാവുന്നു എന്നുള്ളത് എന്താ പറയാ, സ്ത്രീത്വത്തിന്റെ ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ ഫീച്ചേഴ്സിലാണ്. നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു സൗന്ദര്യബോധം, അല്ലെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് തോന്നുന്ന അഭിനിവേശം, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഓരോരോ ഇപ്പം ഏറ്റവും കൂടുതൽ സഹനശേഷി ഉള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും സഹനം ഉണ്ടാവേണ്ട കാര്യങ്ങളിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത്. ഇപ്പം എന്താ പറയാ, പ്രസവ വേദനയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം മെൻസസിന്റെ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലും, മാസാമാസം ഉണ്ടാവുന്ന ആ ഇമോഷണൽ ടെർമോയിൽസ് ആണെങ്കിലും ഒക്കെ ഒരു സ്ത്രീ കടന്നു പോകുന്ന വഴികളാണ്. അപ്പം അതെല്ലാം തീർച്ചയായിട്ടും അവളുടെ ആ ഒരു ശക്തി, പവറിനെ കൂടുതൽ എംപവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീത്വം എന്ന് പറയുന്നത് ശക്തിയാണ്, അതൊരു എന്താ പറയാ, ഒരു ഫ്രീഡമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എവിടെയായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം, വിദ്യാഭ്യാസം, കോളേജ് ലൈഫ്, മെഡിസിൻ ലൈഫ്? എൻ്റെ സ്കൂളിംഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് കൊല്ലം ഡിസ്ട്രിക്റ്റിലായിരുന്നു. അപ്പം അതിനുശേഷം സ്കൂളിന് ശേഷം കോളേജ് ലൈഫിലേക്ക് വരുമ്പോഴാണ് തൃശ്ശൂർക്ക് വരുന്നത്. ഇവിടെ വൈദ്യരത്നം ആയുർവേദ കോളേജ്, ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിലാണ് എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയത്. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് മംഗലാപുരം, അതായത് ദക്ഷിണ കന്നഡ ജില്ലയിലെ സുള്ളിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കാസർഗോഡിന് അടുത്താണത്. അവിടെയാണ് MD ചെയ്തത്. MD ഞാൻ ചെയ്തത് ജനറൽ മെഡിസിനിലാണ്, ആയുർവേദിക് ജനറൽ മെഡിസിനിലാണ്. അതായത് ഇപ്പം ആയുർവേദിക് ജനറൽ മെഡിസിൻ തന്നെ 2 ബ്രാഞ്ചസ് ഉണ്ട്, കായ ചികിത്സ എന്ന് പറഞ്ഞിട്ടും പഞ്ചകർമ്മം എന്ന് പറഞ്ഞിട്ടും. അതിൽ പഞ്ചകർമ്മത്തിലാണ് ഞാൻ MD ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ സീതാറാം ആയുർവേദ ഹോസ്പിറ്റലിലാണ്. ഓൾമോസ്റ്റ് ഒരു 4-5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചത് വളരെ സന്തോഷം. ഞങ്ങൾ സംഘടന ചെയ്യുന്ന പറഞ്ഞാൽ സ്കൗട്ടിങ്ങിന് ബേസ് ചെയ്തിട്ടുള്ള അവരെ ഹെൽപ്പിംഗ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇതുപോലെ ക്യാമ്പയിൻ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഡോക്ടർ പ്രിയയെ ഞങ്ങളുടെ അഡ്വഞ്ചേഴ്സ് സ്കിൽ ചാവക്കാടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ പല പരിപാടികളിലും മറ്റുള്ള സമൂഹത്തിലുള്ള പാവപ്പെട്ടവരും മറ്റുള്ള ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യാനൊരു സ്റ്റേജ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്.